ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ബാലിന്റെ ശക്തികളെ തകർത്ത് കളഞ്ഞ ഏലിയാവ്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ മരണം ആഗ്രഹിച്ച് മരണം പ്രതീക്ഷിച്ചതാ ഇരിക്കുന്നു. മതി കർത്താവേ, മതി, ഞാൻ ഓടിയതും അധ്വാനിച്ചതും മതി, എൻ്റെ ജീവൻ അങ്ങ് എടുക്കണമേ എന്ന് ഏലിയാവ് ചൂരച്ചെടിയുടെ മുട്ടിൽ നിന്ന് സ്വതം നിലവിളിക്കുമ്പോൾ ആ നിലവിളിക്ക് മറുപടിയായി ദൂതൻ അവിടെ ഇറങ്ങി. തിരുവചനം പറയുന്നു, ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങിയപ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി. അവനോട് തിന്നുക. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും തലയിൽ കീഴിൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ പിന്നെയും തട്ടി ഉണർത്തി, എഴുന്നേൽക്കുക, തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോറോവോളം നടന്നു എന്ന് തിരുവചനം പറയുന്നു. ദൈവത്താൽ പ്രയോജനപ്പെട്ട അഭിഷ്ടൻ മരണം കാത്തു പ്രതീക്ഷിച്ചു കിടക്കുന്നു. ഇന്ന് പകൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരെ സ്തോത്രം, ഈ കാലഘട്ടത്തിലും കൈ താങ്ങുന്നവരായി ഞാനും നിങ്ങളും മാറട്ടെ. ഹല്ലേലൂയ. ഇവിടെ ദൂതൻ ഇറങ്ങി. മനുഷ്യരാരുമില്ല ഏലിയാവിനെ സഹായിപ്പാൻ. മനുഷ്യരാരുമില്ലാതിരിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി. ഏലിയാവിന്റെ വിഷയം അതേ ദൂതന് മനസ്സിലായി, ദൈവത്തിന് മനസ്സിലായി. ഇന്ന് പകൽ ചില ഏലിയോമാർ ഇന്ന് രാത്രി തിരുവചനം കേൾക്കുന്നു. സ്തോത്രം, ഓടി അധ്വാനിച്ചതിന് മതി. ഈ കോവിഡ് കാലത്ത് ചില വേദനയുമായി, ചില പ്രശ്നവുമായി, ചില പ്രതിസന്ധിയുമായി ഒതുങ്ങിക്കൂടിയ നിന്നോട് കർത്താവ് ഇന്ന് വിലാപ്പുറത്ത് തട്ടുന്നത് പോലെ ദൂത് പറയുന്നു, നിനക്ക് ചില ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഇന്നുവരെ നീ പോയിട്ടില്ലാത്തതിനപ്പുറമായി, ഇന്നുവരെ നീ കണ്ടിട്ടില്ലാത്തതിനപ്പുറമായി, ഇന്നുവരെ നീ ചെയ്തിട്ടില്ലാത്തതിനപ്പുറമായി ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവത്തിന്റെ നിയോഗം നിന്റെ മേൽ വെളിപ്പെടുന്ന രാത്രിയാണ്. നീ ചെയ്തതിലപ്പുറമായി ചിലതൊക്കെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ പലരും നിന്നെ എതിരാക്കി, മനുഷ്യൻ പലരും നിന്നോട് എതിരായാലും ഇന്ന് രാത്രി വചനം പറയുന്നു, സ്തോത്രം, ദൈവം നിനക്ക് അനുകൂലമാണ്. ദൈവം നിനക്ക് അനുകൂലമാണ്. സാധാന്യ മണ്ഡലങ്ങൾ, മാനുഷിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി നിനക്കെതിരായി നിൽക്കുമ്പോഴും കർത്താവ് നിന്റെ കൂടെ അനുകൂലമായുണ്ട്. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. മരിച്ചാൽ മതി എന്നുള്ള ചിന്തകളെ മാറ്റാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. മരണത്തിലുള്ള ചിന്തകൾ മാറ്റിയാട്ടെ. മരിക്കണം, ഏതു നേരത്തും മരിക്കണം, മരിക്കണം, മരിക്കണം എന്ന ചിന്തയോടെ ഇരിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിന്നോട് കർത്താവ് പറയുന്നു, ഒരുവൻ നിനക്ക് വേണ്ടി മരിച്ചു. നീ മരിക്കേണ്ട കാരണമില്ല. കാരണം നിനക്ക് ഇനി ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നിനക്ക് ദൈവനാമത്തിന് വേണ്ടി ഓടുവാനുണ്ട്. ദൈവനാമത്തിന് ഇനിയും അധ്വാനിക്കാനുണ്ട്. തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഇന്ന് രാത്രി ബാലിന്റെ ശക്തികൾ വെല്ലുവിളിച്ചോട്ടെ. ദേശാന്തര ശക്തികൾ വെല്ലുവിളിച്ചോട്ടെ. ഇസബേലിന്റെ ശക്തികൾ വെല്ലുവിളിച്ചോട്ടെ. എതിർ പ്രാർത്ഥന ശക്തികൾ ഒരുമിച്ച് നിനക്ക് വെല്ലുവിളിച്ചോട്ടെ. 4 വേദങ്ങൾ നിനക്കെതിരെ വെല്ലുവിളിച്ചോട്ടെ. ഇന്ന് രാത്രിയും ഹല്ലേലൂയ, നീ ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. ദുഃഖിച്ചിരിക്കുന്ന അഭിഷിദ്ധ, നിനക്ക് ചില ദൂരയാത്രകൾ ചെയ്യാനുണ്ട്. ചൂരച്ചെടിയുടെ സ്തോത്രം കീഴിൽ തളർന്നിരുന്ന ഏലിയാവിനെ സ്തോത്രം ദൂതൻ തട്ടി ഉണർത്തി. ഇന്ന് പകൽ ഹല്ലേലൂയ, സ്തോത്രം, ആദാമിന്റെ ശക്തികളെ അത്രമാത്രം നിന്നാലും അതിനെ തകർക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് ദൂത് കൈമാറിയാൽ എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാത്രേ. ഓമ്രയുടെ മകനായ ആഹാബ് എല്ലാ രാജാക്കന്മാരെക്കാൾ യഹോവയ്ക്കും തന്റെ ഭക്തന്മാർക്കും അനിഷ്ടമായത് ഒരുപാട് ചെയ്തു. അതുപോലെ തന്നെ സ്തോത്രം, യത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി ആഹാബ് രാജാവ് വിവാഹം കഴിച്ചു. ആഹാബ് രാജാവും ഇസബേലിന്റെ ശക്തി അനേക പ്രവാചകന്മാരെ ഒതുക്കിക്കളഞ്ഞ, അനേക വിശുദ്ധന്മാരെ ഒതുക്കിക്കളഞ്ഞ അനേക പ്രാർത്ഥന വീരത്തികളെ, അനേക പ്രാർത്ഥന വീരന്മാരെ ഒതുക്കിക്കളഞ്ഞ ഇസബേലിന്റെ ശക്തിയെ ഇന്ന് രാത്രി തകർന്നു മാറുന്ന രാത്രിയാണ്. ആഹാബിന്റെ സകല രഥങ്ങളും ഇന്ന് രാത്രി പരാജയപ്പെടുന്ന രാത്രിയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നിന്നെ മുന്നോട്ട് വിടാൻ കഴിയാതെ, ആരാധിപ്പാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, വചന ധ്യാനിപ്പാൻ കഴിയാതെ, ദൈവം ദാസന് കീഴ്പ്പെടാൻ കഴിയാതെ, നിന്നെക്കെതിരെ
യഹോവയെ വെല്ലുവിളിച്ചു നിൽക്കുന്ന എല്ലാ ആഹാബിന്റെ രഥങ്ങളും ആഹാബിന്റെ ശക്തികളും ഇസബേലിന്റെ ശക്തികളും ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ തകർന്നു മാറുന്ന രാത്രി എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാൻ കഴിയുന്ന തന്റെ മക്കൾക്ക് വേണ്ടി അസാധാരണമായ ഒരു ദൈവമൂർത്തി ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ശമരിയൽ ബാലിന് ശത്രം പണിഞ്ഞു. കാരണം ബാലിന്റെ ശക്തികൾ കൊണ്ടാണ് മഴ പെയ്യിക്കുന്നതെന്ന് ആ ജനത്തിന്റെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്. സ്തോത്രം, മഞ്ഞ് പെയ്യിക്കുന്നത് ബാലിന്റെ സ്തോത്രം ക്ഷേത്രവും ബാലിന്റെ ശക്തികളുമാണ് മഴയും മഞ്ഞ് പെയ്യിപ്പിക്കുന്നതെന്ന് സ്തോത്രം ആഹാബും ഇസബേലും പറഞ്ഞ് മനുഷ്യനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ അകത്താണ് സ്തോത്രം ഒറ്റ മനുഷ്യൻ നിന്നുകൊണ്ട് സ്തോത്രം പറയുകയാണ്. സ്തോത്രം, മഞ്ഞും മഴയും പെയ്യിക്കുന്നത് ഇസബേലിന്റെ ശക്തികളല്ല, അല്ലെങ്കിൽ ബാലിന്റെ ശക്തികളല്ല, സർവശക്തനായ ദൈവമത്രേ. ആകാശവും ഭൂമിയും മനുഷ്യനെയും സകലതും സൃഷ്ടിച്ച ദൈവമാണ് മഴ പെയ്യിക്കുന്നതെന്ന് സ്തോത്രം ഏലിയ ഒറ്റയ്ക്ക് നിന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ 2021 ഈ സെപ്റ്റംബർ മാസം സ്തോത്രം 7-ാം തീയതി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു സ്തോത്രം, ബാലിന്റെ ശക്തികളല്ല, ഇസബേലിന്റെ ശക്തികളല്ല ഭൂമിയിൽ മഴ പെയ്യിക്കുന്നത് ദൈവശക്തി എന്ന് ഈ കാലഘട്ടത്തിൽ തെളിയിക്കുന്ന നാളുകളെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഒരു ഉണർവിന്റെ മഴ, ഒരു ഉണർവിന്റെ കാറ്റ്, ഈ കാലഘട്ടത്തിൽ ഒരു ഉണർവിന്റെ തീ ദൈവം വെളിപ്പെടുത്താൻ കാലമായി. സകല സ്തോത്രം കുടിയിരിപ്പുകളെയും സകല ബാലിന്റെ ശക്തികളെയും തകർത്ത് ദൈവത്തിന്റെ ശക്തിയെ ഈ കാലഘട്ടത്തിൽ ചില ഏലിവാമമാരിൽ കൂടി ചില ഏലീശമാരിൽ കൂടി ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ സമയമായെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് രാത്രി നിന്നെ മുന്നോട്ട് വിടാൻ കഴിയാതെ ആത്മീക മണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ, കുടുംബ ജീവിതത്തിൽ, തലമുറയുടെ വിഷയത്തിൽ മുന്നോട്ട് വിടാൻ കഴിയാതെ സ്തോത്രം ചില ബാലിന്റെ ശക്തികളെ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ തീ ഇന്ന് രാത്രി ഇറങ്ങുന്ന രാത്രിയാ. ഏലിയാവിന്റെ യാഗപീഠത്തിൽ തീ ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരു അസാധാരണമായ തീ ഇറങ്ങുന്ന രാത്രിയാണ്. ശിംശോന്റെ മേൽ തീ ഇറങ്ങിയപ്പോൾ കെട്ടിയ സ്തോത്രം കെട്ടുകൾ അഴിഞ്ഞതുപോലെ പെന്തക്കോസ് നാളിൽ കൂടിയിരുന്ന സ്തോത്രം ഒരു കൂട്ടരമേൽ അഗ്നിനാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി. അന്നുവരെ സ്തോത്രം പറയാത്ത രീതി, അന്നുവരെ സ്തുതിക്കാത്ത രീതി അവർ സ്തുതിച്ചു തുടങ്ങിയെങ്കിൽ ഈ 2021 സെപ്റ്റംബർ മാസത്തിൽ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ തീ ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാണ്. സ്തോത്രം, നമ്മുടെ കർത്താവിന്റെ തീ അസാധാരണമായ തീ, ഏത് രോഗശക്തികളെയും തകർക്കുന്ന തീ, ഏത് പാപശക്തികളെയും തകർക്കുന്ന തീ, യൂട്യൂബിൽ അഡിക്റ്റായ സ്തോത്രം, നെറ്റിന് അഡിക്റ്റായ സ്തോത്രം, സെക്സ് ഫിലിംസിന് അഡിക്റ്റായ ചില തലമുറമേൽ ചില ഗെയിമിന് അഡിക്റ്റായ ചില തലമുറമേൽ ഇന്ന് രാത്രി സ്വർഗീയ തീ ഇറങ്ങിയാൽ ഇന്ന് രാത്രി നീ അഡിക്റ്റായിരിക്കുന്ന മദ്യത്തിലായിക്കോട്ടെ, പാപപ്രവൃത്തിയിലായിക്കോട്ടെ, ശാപപ്രവൃത്തിയിലായിക്കോട്ടെ, സ്തോത്രം ഇസബേലിന്റെ ഇഷ്ടങ്ങൾക്ക് നീ തിരിയുന്ന വ്യക്തിയായിക്കോ. ഇന്ന് രാത്രി സ്തോത്രം, ഹല്ലേലൂയ, നീ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആ വിഷയത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് മാനിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ തീ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുന്ന നീ ആത്മാവിൽ ദൂത് കൈമാറിയ എത്ര പേർക്ക് വിശ്വസിക്കാൻ? സഹോദര സഹോദരി, സ്തോത്രം, നിന്റെ കൈത്തുമ്പത്ത് ആരും കാണാതെ ചെയ്യുന്ന പാപങ്ങൾ ഇന്ന് രാത്രി കാണുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് അതിൽ നിന്ന് വിടാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ തീ നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ആമേ പറഞ്ഞു ദൈവത്തിന് മഹത്വം കൊട്. വിട്ടുകളയാൻ പറ്റാത്ത ചില പാപ സ്വഭാവങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ തീ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രി എന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. ആ കാലഘട്ടത്തിൽ സ്തോത്രം അവിടെ ഒരു കോട്ട പണിയുവാൻ ആഗ്രഹിച്ചു. ആഹാബ് രാജാവായി വാണിരിക്കുന്ന കാലത്ത് എരിഹോ കോട്ട പണിയാൻ ആഗ്രഹിച്ചു. അതിന് മുന്നുള്ള കാലത്ത് യോശുവയുടെ ഇസ്രായേൽ മക്കളുടെ സ്തോത്രം മുന്നോട്ടം കൊണ്ട് അവർ
സ്തോത്ര പ്രാർത്ഥന കൊണ്ട് എരിഹോ കോട്ട തകർത്തു. എന്നിട്ട് ആമേ സ്തോത്രം ദൈവം യോശുവയോട് പറഞ്ഞു, എരിഹോ കോട്ട പണിയാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ ആമേ സ്തോത്രം അവന്റെ മൂത്ത മകൻ മരിക്കും. അതിന്റെ വാതിൽ വെപ്പാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവന്റെ ഇളയ മകനും മരിക്കും. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഫിയേലിന്റെ ആമേ സ്തോത്രം നേതൃത്വത്തിൽ എരിഹോ കോട്ട പണിഞ്ഞു. ആമേ പണി തീരുന്നതിന് മുമ്പ് അവന്റെ മൂത്ത മകൻ മരിച്ചു. ഫിയേലിന്റെ ആമേ വാതിൽ വെച്ചപ്പോൾ ഇളയ മകൻ മരിച്ചു. അങ്ങനെ ആമേ സ്തോത്രം ആഹാബ് ആകെ പേടിച്ചു ആമേ ആയിരിക്കും തോറും ആമേ അതിനപ്പുറമായി ദൈവജനത്തെ തകർത്തുകൊണ്ടിരുന്നു, കൊന്നുകൊണ്ടിരുന്നു, അനേക തകർത്തുകൊണ്ടിരുന്നു. എങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ ആമേ ഭൗതിക മണ്ഡലത്തിൽ ദൈവജനത്തെ കൊന്നുകളയാൻ എഴുന്നേൽക്കുന്ന എല്ലാ ആഹാബിന്റെ ശക്തികളും ഇന്ന് രാത്രി തകർന്നുമാകുന്ന രാത്രി എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. വിശ്വസിക്കാൻ കഴിയുന്ന ആമേ പറഞ്ഞ് ഏറ്റെടുത്തോ. മുന്നോട്ട് പോകാൻ കഴിയാതെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന സകല ആഹാബിന്റെ ശക്തികളും ഇന്ന് രാത്രി തകരെയാണ്. യോശുവയുടെ നേതൃത്വത്തിൽ അവിടെ എരിഹോ കോട്ട പണിയരുതെന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഒരുവൻ പണിയാനായി തകർന്നു മുന്നോട്ട് വരുന്നു. പക്ഷേ അവന്റെ തലമുറകൾ തകർന്നുപോയി. ഇന്ന് രാത്രി ദൈവം പറഞ്ഞതിനെതിരായി പ്രവർത്തിപ്പാൻ ആര് മുന്നോട്ട് വരുമോ അവിടെ തലമുറകൾ ഈ കാലഘട്ടത്തിൽ നഷ്ടമാകുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രി ദൈവത്തെ ആമേ നാമത്തെ ഉപദ്രവിക്കുന്നവരെ കൂട്ടത്തോടെ പരിശുദ്ധാത്മാവ് പിടിച്ചെടുക്കുന്ന നാളെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. രാജാക്കളുടെ പുസ്തകം 17 താഴ്ത്തു പഠിച്ചാൽ ആമേ സ്തോത്ര ആമേ സ്തോത്ര ഗിലെയാദിലെ ശിപ്പയിൽ നിന്നുള്ള ആമേ സിബ്ബനായ ഏലിയാവ് ആഹാബിനോട് ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം വെല്ലുവിളിച്ചു പറയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആമേ സ്തോത്രം ഇനി അവിടെ മഴ പെയ്യത്തില്ല. ആമേ സ്തോത്രം അവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ ബാലിന്റെ ആമേ ദൈവങ്ങളാണ് ഇവിടെ മഴയും മഞ്ഞും പെയ്യിക്കുന്നതെന്ന് ആമേ സ്തോത്രം വിശ്വസിച്ചിരിക്കുമ്പോൾ ഒരുവൻ ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം വെല്ലുവിളിക്കുന്നു. ആമേ ഇസബേലിനും ആഹാബിനോടും ഭാര്യ ഭർത്താവിനോട് രാജാവിനോട് രാജ്ഞിയോട് വെല്ലുവിളിച്ചു പറയുന്നു, ആമേ സ്തോത്രം ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ ഇനി മഴ പെയ്യില്ല. ആമേ ഉടനെ തന്നെ ദൈവത്തിന്റെ ദൂത് കൈമാറി, ഏലിയാവേ നീ കുറച്ചു നാൾ ഒളിച്ചിരിക്കണം. ആമേ സ്തോത്രം നീ വെല്ലുവിളിച്ചിരിക്കുന്ന ഇസബേലിന്റെ ശക്തികളോടാ, നീ വെല്ലുവിളിച്ചിരുന്ന ആഹാബിന്റെ ശക്തിയോടാ. പക്ഷേ നിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട എന്റെ പദ്ധതിയാ. ഇന്ന് രാത്രി ദൈവപുരുഷന്മാരെ ആമേ സ്തോത്രം ദൈവദാസിമാരെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നീ കടഭാരം വന്ന് തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ രോഗം വന്ന് തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കൂടെ നിൽക്കുന്നവരോട് നിന്നെ തകർത്ത് കളയുവാൻ പ്ലാനും പദ്ധതിയുമായി മുന്നോട്ട് വരുമ്പോൾ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും, നീ ബുദ്ധിയോടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ദൈവമാത്രത്തെ മാത്രം നോക്കി യേശുവിനെ മാത്രം മുറുകെ പിടിച്ച് മുന്നേറിയാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആഹാബും ഇസബേലും ഏലിയാവിനെതിരായപ്പോൾ ഒരു കൂട്ടം ആമേ ഇസ്രായേലിൽ നിന്ന് പ്രവാചകന്മാർ പോലും ആമേ സ്തോത്രം ഹല്ലേലൂയ ബാലിനോടും ആമേ സ്തോത്രം ഇസബേലിനോടും ആഹാബിനോടും ചേർന്ന് ഏലിയാവിനെ ഒറ്റപ്പെടുത്തി. പക്ഷേ ഏലിയാവിനെ വിളിച്ചത് ദൈവമാണ്. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാൽ കുടുംബക്കാരും ദേശക്കാരും സമൂഹക്കാരും ആമേ സഭക്കാരും ഒറ്റപ്പെടുത്തിയാൽ ഇന്ന് രാത്രി കുഞ്ഞെ നിന്നെ എന്റെ ദൈവം ഒറ്റപ്പെടുത്തുകയില്ല, നിന്നെ അനാഥനായി വിടുകയില്ല. ആരൊക്കെ നിന്നെ കൈവിട്ടാലും കൈവിടാത്ത നല്ലൊരു കർത്താവ് നിനക്കുണ്ട്. ആമേ സ്തോത്രം. കാരണം നിന്നെ വിളിച്ചത് ഒരു ആമേ നേതാവല്ല, നിന്നെ വിളിച്ചത് ഒരു സഹോദരനല്ല, ഒരു ബ്രദറല്ല, ഒരു ഉപദേശിയല്ല, ഒരു അച്ഛനല്ല. നിന്നെ വിളിച്ചത് ദൈവമായ കൊണ്ട് വടിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഇവിടെ ഇസബേലും ആഹാബും ഒരുമിച്ച് ഏലിയാവിനെതിരായപ്പോൾ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ നീ പോകുക, ആമേ സ്തോത്രം കൊരിവ് തോട്ടിന്റെ അടിയിൽ ഒളിച്ചിരിക്കുക. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഭക്ഷണം നീ എന്ത് കഴിക്കും, നീ ഭാരപ്പെടണ്ട, ഞാനല്ലേ നിന്നെ അയക്കുന്നത്. ഇന്ന് രാത്രി അഭിഷിക്തന്മാരെ നാളെക്കുറിച്ച് ഭാരപ്പെടുന്നവരെ ആമേ സ്തോത്രം നിന്നോട് കർത്താവ് ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു. ദൈവമാണ് വിളിച്ചതെങ്കിൽ വിശ്വസ്തയോടെ നിന്നെ നടത്തുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. പഴയതുപോലുള്ള ഒരു അവസ്ഥ നിനക്കുണ്ടാകാൻ പോകുന്നു. നീ പോയതിൽ അപ്പുറമായി ചില രാജ്യങ്ങൾ ദൈവം നിന്നെ അയക്കാൻ പോകുന്നു. ഇതുവരെ നീ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ ശെക്കേന, ദൈവത്തിന്റെ മഹത്വം
ദൈവം നീ ആയിരിക്കുന്ന ഭവനത്തിലും നീ ആയിരിക്കുന്ന സഭയിലും നീ ആയിരിക്കുന്ന ദേശത്തും ആമേ വെളിപ്പെടാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാത് കേട്ടിട്ടില്ലാത്തത് ആരുടെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത ഒരു ദൈവത്തിന്റെ വാഗ്ദത്തം, ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ഇന്ന് രാത്രി എന്റെ കർത്താവ് റിലീസ് ചെയ്യുക. ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നെ അവയ്ക്കാതെ പറഞ്ഞാലും, അവയ്ക്കാതെ പറയാത്ത, മാറ്റി നിർത്താത്ത ആമേ സ്നേഹിക്കുന്നതിയായ സ്നേഹവനായ ദൈവം ആമേ സ്തോത്രം. ഏലിയ അവനോട് ദൂത് പറയുന്നു, കെരീവ് തോട്ടിൽ ഒളിച്ചിരിക്കുക. നീ എന്നും ഒളിച്ചിരിക്കേണ്ടിയില്ല, ആമേ ചില നാൾ ഒളിച്ചിരിക്കുക. ഇന്ന് രാത്രി കർത്താവ് ദൂത് കൈമാറുന്നു. ആമേ ചില ആ ദിവസങ്ങൾ അഭിഷിക്തനെ, അഭിഷിക്തേ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, അവ റൂമുകളിൽ ഒളിച്ചിരുന്ന് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ നീ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ആമേ സ്തോത്രമല്ല തടഞ്ഞു വെച്ചിട്ടുള്ള വിസകളെ എന്റെ കർത്താവ് ഓപ്പൺ ചെയ്യുമെന്ന് പരിശുദ്ധ ദൂത് കൈമാറുന്നു. നഷ്ടപ്പെട്ട ജോലികൾ മടങ്ങി വരും. ആമേ സ്തോത്രം. നിന്റെ നന്മയെ തടഞ്ഞു വെച്ച എല്ലാ ഇരുളിന്റെ ശക്തികളും ഇന്ന് രാത്രി അപ്രത്യക്ഷമാകും. നീ പോലും പ്രതീക്ഷിക്കാത്ത വഴികൾ നിനക്ക് വേണ്ടി എന്റെ ദൈവം തുറക്കും. ഒറ്റയ്ക്ക് ചില റൂമുകളിൽ ആമേ സ്തോത്രം വാതിലടച്ചിരിപ്പാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി എന്റെ കർത്താവ് വാതിൽ തുറക്കും. നീ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവാലോചന എടുക്കാൻ. അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രി എന്റെ കർത്താവ് ചില വഴികളെ തുറക്കാൻ ശക്തനായ ദൈവമെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്റെ കൂടെയുണ്ട്, ദൂതന്മാർ നിന്റെ കൂടെയുണ്ട്. നിനക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ഓപ്പൺ ചെയ്തരും. ജോലിയാണോ, ആമേ സ്തോത്രമല്ല, വീടാണോ, അതേ നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും. വാഹനമാണോ, എല്ലാം നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും. പക്ഷേ നിന്റെ നോട്ടം വേറെ ഒന്നിലുമാകരുത്. വിളിച്ചവനിൽ ആയിരിക്കണം, യേശുവിൽ ആയിരിക്കണം. നിന്റെ നോട്ടം മറ്റൊന്നിലുമായിരിക്കരുത്. ഏലിയാവ് ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആമേ കെരീവ് തോട്ടന്റെ അരികിലേക്ക് ആമേ സ്തോത്രം ചെല്ലുമ്പോൾ ആമേ സ്തോത്രം ദൈവം പറഞ്ഞു, ആമേ ഏലിയാവേ, നിനക്ക് വേണ്ടി ഞാൻ കാക്കയെ അയക്കും. ആമേ അപ്പവും ഇറച്ചി കൊണ്ടുതരും, രാവിലെയും വൈകുന്നേരം കൊണ്ടുതരും. ഏലിയാവ് ഉച്ചയ്ക്ക് ഫാസ്റ്റിംഗ് ആയിരുന്നു. ആമേ സ്തോത്രം. എങ്കിലും ആമേ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ആമേ സ്തോത്രം ഒരു നേരം കുറച്ചപ്പോൾ അവൻ അധികമായി ദൈവത്തോട് ചേരുവാൻ ആമേ സ്തോത്രം ദൈവം ഇടയാക്കി. ദൈവത്തോട് പറ്റിച്ചേർന്നു. ഒരു നേരം ഫാസ്റ്റിംഗ് എടുത്തു, ദൈവത്തോട് അടുത്തു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഏലിയാവിന്റെ ദൗത്യം ഏലിയാവ് മറന്നുപോയി. ഏലിയാവിൽ ദൈവം വിളിച്ച ദൗത്യങ്ങൾ ആമേ സ്തോത്രം ഏലിയാവ് മറന്നുപോയി. ഏലിയാവിന്റെ നോട്ടം അതേ ആമേ സ്തോത്രം കാക്കയിലേക്ക് പോയി. ആമേ സ്തോത്രം അതേ ഇറച്ചിയിലേക്ക് പോയി. ആമേ തോട്ടിലെ വെള്ളത്തിലേക്ക് പോയി. ആമേ സ്തോത്രം നോട്ടം പോയപ്പോൾ കാക്കയുടെ വരവ് നിന്നു. ഇന്ന് രാത്രി നിന്റെ നോട്ടം അതേ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും പ്രമാണിമാരിലാണെങ്കിൽ, ഈ ലോകത്തിൽ ഏതെങ്കിലും ജോലിയിലാണെങ്കിൽ, ഈ ലോകത്തിലെ ബാങ്ക് ഡിപ്പോസിറ്റിലാണെങ്കിൽ, ഈ ലോകത്തിൽ ഏതൊക്കെ പൊസിഷനിലാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വരവ് നിനക്ക് നിൽപ്പാനിട വരും. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ നോട്ടം ദൈവത്തിലാകട്ടെ. നിന്റെ നോട്ടം തലമുറയിൽ നോക്കരുത്. നിന്റെ നോട്ടം മറ്റേ ആമേ മത നേതാക്കന്മാർ നോക്കല്ലേ. നിന്റെ നോട്ടം സംഘടന നേതാവന്മാരിലായവരേക്ക് ഇരിക്കരുത്. നിന്റെ നോട്ടം ഡോക്ടർമാരിലായിരിക്കരുത്. നിന്റെ നോട്ടം സകലതയും ഉളവാക്കിയ വാക്കുകൊണ്ട് ഉളവാക്കിയത് സർവശക്തനായ ദൈവത്തിലായിരിക്കട്ടെ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അതെ, ഏലിയാവിന്റെ നോട്ടം അതെ ആമേ സ്തോത്രം, ഹല്ലേലൂയ, കാക്കയിലും വെള്ളത്തിലുമായപ്പോൾ, ആ ഭക്ഷണത്തിലും വെള്ളത്തിലുമായപ്പോൾ ആമേ സ്തോത്രം ഇനി വേറെ ഒന്നും പേടിക്കണ്ട. എന്തായാലും ആമേ സ്തോത്രം ഇവിടെ ആമേ ഒരു ഇസബേലിന്റെ ശക്തിയും പേടിക്കണ്ട. ആഹാബിന്റെ ആമേ സ്തോത്രം തന്ത്രങ്ങളൊന്നും മെനയില്ല. മനുഷ്യനല്ല എനിക്ക് ഭക്ഷണം കൊണ്ട് തരുന്നത്, കാക്ക എന്നുള്ള ചിന്തയോടുകൂടി ആമേ സ്തോത്രം ഏലിയാവായിരിക്കുന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ആമേ ആഹാരം തരുവാൻ ദൈവം ഏതു വഴി ഉപയോഗിക്കാം, ഏതു മാർഗം ഉപയോഗിക്കാം. ഇന്ന് രാത്രി ആമേ നിന്റെ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി പ്ലെയിൻ മാർഗം ദൈവം ഉപയോഗിക്കും. ആമേ സ്തോത്രം, ഹല്ലേലൂയ, ട്രെയിൻ മാർഗം ഉപയോഗിക്കും. ഇന്ന് രാത്രി നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് ചില ബാങ്ക് ജപ്തിയുമായി ബന്ധപ്പെട്ട് അടയ്ക്കാൻ നിവൃത്തിയില്ലായിരിക്കുന്ന കുഞ്ഞെ, നിനക്ക് വേണ്ടി മാതാവേ, പിതാവേ, നിനക്ക് വേണ്ടി ദൈവം ഏത് മാർഗവും ആമേ സ്തോത്രം ഓപ്പൺ ചെയ്യുന്ന രാത്രിയാ ഇന്ന് രാത്രി. നീ പോലും പ്രതീക്ഷിക്കാത്ത ആമേ ചില മക്കളെ വിദേശ രാജ്യങ്ങൾക്ക് കൊണ്ടുപോയി. യുകെയിലും ആമേ സ്തോത്രം, ആമേ ജർമ്മനി, ആമേ സ്തോത്രം ദുബായ്, മസ്കറ്റ്, ആമേ സൗദി, ബഹ്റൈൻ, ആമേ രാജ്യങ്ങളിൽ പോകാൻ കഴിയാതെ കേരളത്തിൽ ആയിപ്പോയവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദൈവം അസാധാരണമായ വഴികളും ആമേ സ്തോത്രം തുറന്നുകൊണ്ടിരിക്കുന്ന രാത്രിയാ. നീ പ്രതീക്ഷിക്കാത്ത മേഖലകൾ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി എന്റെ ദൈവം വഴി തുറക്കും. ആമേ സ്തോത്രം. ഏലിയാവ് ആമേ സ്തോത്രം കാക്കയുടെ ആമേ നോട്ടവും തോട്ടന്റെ നോട്ടവുമായതുകൊണ്ട് കാക്ക വരാറായി. പിന്നെയും ഏലിയാവ് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഏലിയാവേ പോകുക, സാരാപത്തിലേക്ക് പോകുക. ഞാൻ നിനക്ക് വേണ്ടി അവിടെ ഒരു വിധവയെ ആമേ സ്തോത്രം ആക്കി വെച്ചിട്ടുണ്ട്. ആമേ സാരാപത്തിലെ വിധവയാണെങ്കിൽ ഇവിടെ ആമേ സ്തോത്രം കുറച്ച് മാവ് ആമേ സ്തോത്രം ഉണ്ട്. ആമേ കുറച്ച്
കുറച്ച് എണ്ണയുമുണ്ട്. അതെങ്ങനെയെങ്കിലും ഒരു അടയുണ്ടാക്കി തിന്നിട്ട് ഒരപ്പമുണ്ടാക്കി തിന്നിട്ട് മകനും അവളുമായി മരിക്കാൻ കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി സ്തോത്രം മരണം കാത്തിരിക്കുന്ന നിന്നോട് സ്തോത്ര രോഗമായിരിക്കാം, നീ ചില പ്രശ്നത്തിലായിരിക്കാം, മരിക്കണമെന്ന ചിന്തയോടെ നീ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കയ്യിലുള്ള ദാത്യത്തെ എടുത്ത് അതെ ദൈവം വേണ്ടി മാറ്റിയ ദൈവനാമത്തിന് വേണ്ടി മാറ്റിയേ സ്തോത്രം നിന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത് സ്തോത്രം അതിനെ എടുത്തു ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി മാറ്റിയേ. മരണങ്ങളെ മാറി നന്മകളെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം നിനക്ക് വേറൊന്നും മാറ്റാനില്ലെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് ഇന്ന് രാത്രി സ്തുതിയും സ്തോത്രവും കർത്താവേ എന്നെ വിടുവിക്കണമേ എന്ന് രക്ഷിക്കണമേ എന്നൊരു വാക്ക് വിളിക്കാമോ? ഇന്ന് രാത്രി മരണങ്ങളെ മാറ്റി മരണത്തെ എടുത്തു മാറ്റി ജയത്തെ കൊണ്ടുവരുവാൻ, ക്ഷാമത്തെ എടുത്തു കളഞ്ഞ് ദാരിദ്ര്യത്തെ എടുത്തു കളഞ്ഞ് സന്തോഷത്തെ കൊണ്ടുവരുവാൻ, പട്ടിണിയെ എടുത്തു കളഞ്ഞ് സമ്പത്തിനെ കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ ദൂത് കൈമാറിയ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? സ്തോത്രം ഹല്ലേലൂയ. ഉടനെ തന്നെ സ്തോത്രം ഹല്ലേലൂയ. അവിടേക്ക് ഏലിയാവ് ചെന്നു. സ്തോത്രം ഹല്ലേലൂയ. ഉടനെ തന്നെ സ്തോത്രം വിധവ ഹല്ലേലൂയ വിറക് പറക്കുവാനായി തോട്ടത്തിലേക്ക് വരുന്നു. ഏലിയാവ് അവിടെ വെച്ച് കാണുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഉടനെ തന്നെ വിറക് പറക്കി എങ്ങനെയെങ്കിലും ഒരു അട ഉണ്ടാക്കി തിന്ന് മകനും കൊടുക്കണം, മരിക്കണം എന്ന ആഗ്രഹത്തോടെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഏലിയാവ് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. എല്ലാ വീട്ടിലും വെള്ളം കാണും. സ്തോത്രം വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചിട്ട് പറഞ്ഞു ഒരു അട കൂടെ കൊണ്ടുവരണമേ. ഹല്ലേലൂയ. ഉടനെ തന്നെ സ്തോത്രം പുള്ളിക്കാരി പറഞ്ഞു ഇച്ചിരി മാവുണ്ട്, അത് ഞങ്ങൾ തിന്ന് അത് ഉണ്ടാക്കി തിന്നിട്ട് ഞാനും മകനും മരിക്കാനിരിക്കുക. ഉടനെ സ്തോത്രം ഏലിയാവ് ദൂത് കൈമാറി നിങ്ങൾ മരിക്കേണ്ട ആദ്യം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുപോയി. അതിന്റെ അർത്ഥം ദൈവത്തിന് കൊടു. ക്ഷാമത്തിലായിരിക്കുന്ന, ശൂന്യാവസ്ഥയിലായിരിക്കുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില വ്യക്തിയോട് നിന്റെ കയ്യിൽ എന്താ ഉള്ളത് അതിൽ നിന്ന് ഒരംശം എടുക്കുക. അതിൽ നിന്ന് ഒരു ഓഹരി എടുക്കുക. പുതിയ നിയമം ഓഹരി, പഴയ നിയമം ദശാംശം, പുതിയ നിയമം ഓഹരി. അതിൽ നിന്ന് എടുക്കുക. അത് എന്താണോ, നിന്റെ സമയമാണോ, നിന്റെ സമ്പത്താണോ, നിന്റെ എന്താ ഉള്ളത് അതിനെ എടുത്തു മാറ്റുക. ദാരിദ്ര്യം മാറ്റി സ്തോത്രം ഉയർച്ച തരുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഉടനെ ഏലിയാവ് പറഞ്ഞു അതിൽ നിന്ന് ഒരട ഉണ്ടാക്കിക്കൊണ്ടുവരിക. സ്തോത്രം ഹല്ലേലൂയ. ഉടനെ തന്നെ അവൾ അതകത്തു പോയി ഒരപ്പം ഉണ്ടാക്കി അത് ഏലിയാവിന് കൊടുത്തു. ഏലിയാവ് തിന്നുകൊണ്ട് സ്തോത്രം അനുഗ്രഹിച്ചു. അവിടത്തെ തൊട്ടിലെ മാവ് പിന്നെ കുറഞ്ഞില്ല എന്ന് തിരുവചനം പറയുന്നു. അവിടെ അനുഗ്രഹമുണ്ടായി. ഇന്ന് രാത്രി ദൈവത്തിന് കൊടുക്കുന്ന വീടുകളൊന്നും ശൂന്യമായി പോകില്ല. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്ന കുഞ്ഞ്, ദൈവനാമത്തിന് കൊടുക്കുന്ന മാതാവേ, ദൈവനാമത്തിന് കൊടുക്കുന്ന പിതാവേ, ദൈവനാമത്തിന് കൊടുക്കുന്ന സഹോദര, ദൈവനാമത്തിന് കൊടുക്കുന്ന സഹോദരി, നിന്റെ പൈസ ഒരു മെഡിക്കൽ കോളേജും കൊണ്ടുപോയി തിന്നുകയില്ല. നിന്റെ പൈസ ഒരു ഡോക്ടർക്കും കൊടുക്കാൻ പറ്റുകയില്ല. നിനക്ക് രോഗമാണെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം നീ ഡോക്ടർക്ക് കൊടുക്കണേന്റെ സ്തോത്രം 100-1 കർത്താവിന് വേണ്ടി മാറ്റിയേ. നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നവൻ, അടിപ്പിടരാൾ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഉണ്ട്. നിന്റെ വീട്ടിലെ ക്ഷാമങ്ങൾ മാറാൻ നിനക്ക് കിട്ടുന്ന അരി ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, കോഴിക്കൃഷി ആയിക്കോട്ടെ, അതിൽ നിന്ന് എടുത്തു മാറ്റിയേ ക്ഷാമങ്ങളെ മാറ്റുന്ന, അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു നല്ലൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ്. അങ്ങനെ ഏലിയാവോടെ പാർത്തു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ സ്തോത്രം വിധവയുടെ മകൻ പെട്ടെന്ന് അസുഖം വന്നു മരണപ്പെട്ടു. ഉടനെ തന്നെ ഏലിയാവിന്റെ അടുത്ത് കൊണ്ടുപോയി. ഏലിയാവ് ആ കുഞ്ഞിന്റെ മോൾ കയറി കിടന്നുകൊണ്ട് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3 വട്ടം സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. കുഞ്ഞ് ചാടിക്കുട്ടി എഴുന്നേറ്റു. ഉടനെ തന്നെ സ്തോത്രം വിധവ പറയും എന്റെ പാപത്തെ ഓർപ്പിക്കാനാണോ ദൈവമേ ആ പുരുഷനെ ഇങ്ങോട്ട് ദൈവപുരുഷൻ വന്നതെന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ വലിയൊരു മിറക്കൽ നടപ്പാൻ ഇടവന്നു. ഇന്ന് രാത്രി ദൈവനാമത്തിന് കൊടുക്കുന്നവന്റെ വീട്ടിൽ മരണം വന്നാലും, അനർത്ഥങ്ങൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, പ്രതിസന്ധി വന്നാലും അതിനെ മാറ്റിവിടുന്ന ഒരു നല്ലൊരു കർത്താവുണ്ട്. മരണ വീടിനെ സന്തോഷ വീടാക്കി മാറ്റുന്ന ഒരു നല്ലൊരു കർത്താവുണ്ട്. ഇന്ന് രാത്രി എന്റെയും നിന്റെയും പലപ്പോഴും ശത്രു തകർത്തു കളയുവാൻ, കൊന്നുകളയുവാൻ വാദവോതി നിന്നിട്ടും തൊടാത്തതിന്റെ കാരണം ഞാനും നിങ്ങളും കിട്ടുന്ന സമയം ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവനാമത്തിൽ ആരാധിക്കുന്നുണ്ട്, വചനം ധ്യാനിക്കുന്നുണ്ട്, ദൈവനാമത്തിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളതിനെ തൊടുവാൻ, അങ്ങനെ ഉള്ളവരെ തൊടുവാൻ ഈ ലോകത്ത് ഒരു ശക്തികൾക്കും കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി ആ ദൂത് കൈമാറുന്നു. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പിന്നെയും ഇസബേലും ആഹാബും സ്തോത്രം ഏലിയാവിനെതിരെ സ്തോത്രം പിന്നെയും വന്നു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ സ്തോത്രം മരണം കാത്തിരിക്കുക. ഹല്ലേലൂയ. അതിനു മുമ്പ് സ്തോത്രം ഹല്ലേലൂയ ബാലിന്റെ പ്രവാചകന്മാരും
450 ആമേ സ്തോത്രം പ്രവാചകന്മാരും ഒരു 400 ആമേ സ്തോത്രം പ്രവാചകന്മാരും കൂടി ആമേ സ്തോത്രം ഹല്ലേലൂയ ഏലിയാവിനെതിരെ ആമേ സ്തോത്രം വെല്ലുവിളിക്കാൻ വന്നു. ആമേ സ്തോത്രം അങ്ങനെ വെല്ലുവിളിക്കാൻ വരുമ്പോൾ ഏലിയാവ് പറഞ്ഞു, നിങ്ങളുടെ ദൈവമാണോ റിയൽ ദൈവം? ഞാൻ ആരാധിക്കുന്ന സർവശക്തനാണോ റിയൽ ദൈവമെന്ന് നമുക്ക് ഒരുമിച്ച് കാണാം. അതെ, 2 കാളക്കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. അവരും യാഗം ഒരുക്കി. ആമേ സ്തോത്രം അവർ വിളിച്ചു, വാല് ദൈവമേ ഇറങ്ങി വാ, തീയിറക്ക് 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 എന്ന് പറഞ്ഞപ്പോൾ ആമേ സ്തോത്രം വാല് വെളിപ്പെട്ടില്ല. ഈ കാലഘട്ടത്തിൽ വാൽ ദൈവങ്ങളെ സകലതിനും ആമേ സ്തോത്രം മാറ്റിക്കൊണ്ട് സത്യദൈവം ഈ കാലഘട്ടത്തിൽ ആത്മാവിന്റെ ആരാധന, സത്യത്തിൽ ആരാധന, സത്യദൈവത്തിന്റെ ശക്തി ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ദൈവജനം തയ്യാറായാൽ ഈ കാലഘട്ടത്തിൽ ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ വെളിപ്പെടുത്താൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഏലിയാവ് പറഞ്ഞു, നിന്റെ ദൈവത്തിനാണോ ശക്തി? അതെ, ഞങ്ങൾ ആരാധിക്കുന്ന സർവശക്തനാണോ ശക്തി? ആമേ സ്തോത്രം അവർ ഒരു കാളയെ ആമേ പീസായി ആമേ സ്തോത്രം വെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തി. അവരും വിളിച്ചു, വാൾ ദൈവങ്ങളെ. ഇവിടെ ഏലിയാവ് ആമേ സ്തോത്രം യാഗപീഠം പണിഞ്ഞു. ആമേ സ്തോത്രം ബൈബിൾ പറയുന്നു, ആമേ സ്തോത്രം യാക്കോബിന്റെ 12 ആമേ സ്തോത്രം മക്കൾ, 12 ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ 12 തലമുറ അല്ലെ 12 രാജ്യം ഒരുമിച്ച് 12 കല്ലെടുത്തു. യാക്കോബിന്റെ ആമേ അറിയപ്പെടുന്ന ആമേ 12 കല്ലെടുത്തു. ആമേ സ്തോത്രം ഏലിയാവ് യാഗപീഠം പണിഞ്ഞു. ആമേ സ്തോത്രം യാഗപീഠത്തിൽ വിറകടുക്കി. ആമേ സ്തോത്രം വിറകടിക്കുന്നതിന് ശേഷം അതിൽ ചാല് വെട്ടി, അതിൽ 4 തൊട്ട് വെള്ളമൊഴിച്ചു. കാരണം തീപ്പെട്ടി കൊണ്ടോ തീ കൊണ്ടോ കത്തിക്കുന്നതല്ല, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ തീ റിയലായി ഇറങ്ങുന്നതെന്ന് ബാലിന്റെ ശക്തികൾ കാണട്ടെ എന്ന് ഏലിയാവ് ആമേ മനസ്സിലാക്കി. ആമേ സ്തോത്രം വെള്ളത്താൽ ആമേ വിറകിനെ നനച്ചു. യാഗപീഠത്തിന്മേൽ ആമേ കാളയെ പീസായി അടുക്കി. ആമേ സ്തോത്രം ഏലിയാവും വിളിച്ചു. അതിനു മുമ്പ് യാഗപീഠം പണിഞ്ഞു. 10ഉം 2ഉമായി ആമേ സ്തോത്രം അല്ലെ ഇസ്രായേൽ ജനം 12 ഗോത്രം ആമേ തെറ്റിക്കിടന്നു. 10ഉം 2ഉം അത് യാക്കോബിന്റെ തലമുറ ആമേ സന്തതികളെ കാണിക്കുന്നു. 2നെയും ആമേ സ്തോത്രം ഇസ്രായേൽ ജനത്തെ 10ഉം 2ഉമായി തെറ്റിക്കിടക്കുമ്പോൾ അതിനെ ഒരുമിപ്പിച്ചുകൊണ്ട് ഏലിയാവ് യാഗപീഠം പണിഞ്ഞു. ഇന്ന് രാത്രി നിന്റെ യാഗപീഠത്തിൽ തീ ഇറങ്ങണമെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകണമെങ്കിൽ, നിന്റെ ആരാധനയ്ക്ക് വിടുതൽ ഉണ്ടാകണമെങ്കിൽ യാഗപീഠത്തെ പടിഞ്ഞിട്ട് അത്ര ദൈവത്തെ വിളിക്കാണ്ടത്. ആമേ മോഷണവും കള്ളത്തരവും കൈക്കൂലിയും അതിരുകൊണ്ടക്കവും ആമേ സ്വത്ര വ്യാജ കച്ചവടവും ആമേ പലിശയ്ക്ക് കൊടുപ്പും എല്ലാം കൂടി ആയിട്ട് ഞായറാഴ്ച വന്നിരുന്ന് ആമേ കൊട്ടി നിലവിളിച്ചാൽ ദൈവം വിളി കേൾക്കത്തില്ല. പക്ഷേ അടുത്തുള്ളവരെ ചെവിയടയുന്നതല്ലാതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകില്ല. ഇന്ന് രാത്രി നിന്റെ യാഗപീഠത്തെ പണിയാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ യാഗപീഠത്തിന്മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങും. നിന്റെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകും. നിന്റെ രോഗത്തിന് സൗഖ്യമുണ്ടാകും. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ആമേ കുറെ വർഷങ്ങളായി പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ നിലവിളിക്കുന്ന നിന്നോട് കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, സഹോദരനോട് നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിക്കുക. വൈരാഗ്യവും അസൂയയും കുശുമ്പും ആമേ കുഞ്ഞായ്മയും വെച്ചുകൊണ്ട് നീ ആമേ ഞായറാഴ്ച വന്നിരുന്ന് വീട്ടിലല്ലേ മുട്ടമടക്കി പ്രാർത്ഥിച്ചാലും ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. ഇന്ന് രാത്രി പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നിന്റെ യാഗപീഠത്തെ പണിയണം. യാഗപീഠത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐക്യതയെ തകർക്കുന്ന ആമേ സ്തോത്ര നന്മയെ തകർക്കുന്ന ആമേ സ്നേഹബന്ധത്തെ തകർക്കുന്ന ആമേ കുടുംബജീവിതത്തെ തകർത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നീ ചിന്തിച്ച് ആ യാഗപീഠം പണിഞ്ഞിട്ട് അതിന്റെ മേൽ ദൈവത്തിന്റെ കരം അതിന്റെ മേൽ ഇറങ്ങും. ഇവിടെ ഏലിയാവ് യാഗപീഠം പണിഞ്ഞു. അതെ, ആമേ സ്തോത്രം വിറകടിക്ക് ആമേ സ്തോത്രം ആമേ പശുക്കിടാവിനെ അല്ലെങ്കിൽ കാളക്കുട്ടിയെ കുട്ടി ചെറുചെറായി അരിഞ്ഞു. അതിന്റെ മേൽ ആമേ സ്തോത്രം വച്ചു. അത് വെള്ളം കോരി ഒഴിച്ചു. അതെ, ആമേ തോട് വെട്ടി. ആമേ സ്തോത്രം ഏലിയാവ് പറഞ്ഞു, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ യഹോവയായ കർത്താവേ, ആമേ സ്തോത്രം വാലിന്റെ ശക്തികൾ ഇറങ്ങിയില്ല, നിന്റെ തീ ഇവിടെ ഇറങ്ങണമേ എന്ന് ഏലിയാവ് നിലവിളിച്ചപ്പോൾ അതേപോലെ ദൈവത്തിന്റെ തീ ഇറങ്ങി. ബൈബിൾ പറയുന്നു, യാഗപീഠത്തെയും ആമേ തോട്ടിനെയും വറ്റിക്കളച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ദൈവത്തിന്റെ തീ ഇറങ്ങുന്നില്ലെങ്കിൽ നിന്റെ യാഗപീഠം ക്ലിയർ അല്ല. നീ യാഗപീഠം ക്ലിയർ ആക്കിയിട്ട് ഇന്ന് രാത്രി നിലവിളിക്ക് മറുപടിയുണ്ട്. ഈ ഓഗസ്റ്റ് ഈ സെപ്റ്റംബർ മാസത്തിൽ 2021 സെപ്റ്റംബർ മാസം ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ലൈവായി കാണുന്ന നിന്നോട് പറയുന്നു, യൂട്യൂബിൽ കൂടി ഫേസ്ബുക്കിൽ കൂടി ലൈവ് കാണുന്ന നിന്നോട് പറയുന്നു, നിന്റെ യാഗപീഠം പണിഞ്ഞിട്ട് നീ ദൈവത്തോട് പറ, നിന്റെ മകളുടെ വിവാഹം നടക്കും. ആമേ സ്തോത്രം. നിന്റെ മകന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. മകന്റെ മദ്യപാനം മാറും. മകന്റെ ശീലമടങ്ങാടക്കം നിൽക്കും. ആമേ സ്തോത്രം. മകൾ നിന്നെക്കെതിരെ ആമേ
സ്വന്തം തിരിയുന്ന സ്വഭാവങ്ങളെല്ലാം മാറും. നഷ്ടപ്പെട്ട് പിണങ്ങി നിൽക്കുന്ന ഭർത്താവ് മടങ്ങി വരും. കുടുംബത്തിനകത്ത് ഐക്യത വെളിപ്പെടും. കുടുംബത്തിനകത്ത് സമാധാനം വെളിപ്പെടും. കുടുംബത്തിനകത്ത് സന്തോഷം വെളിപ്പെടും. കുടുംബത്തിനകത്ത് ഇന്ന് വരെ ജീവിതത്തിൽ വെളിപ്പെടാത്ത ദൈവത്തിന്റെ ഫേവർ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ ഇന്ന് രാത്രി മകനെ, മകളെ, മാതാവേ, പിതാവേ, സ്തോത്രം, യാഗപീഠം സ്തോത്രം ഹല്ലേലൂയ പണിയേണ്ടതുപോലെ പണിഞ്ഞ് വയ്ക്കേണ്ടതുപോലെ വച്ച് ജീവിത വിശുദ്ധിയോടുകൂടും വേർപാടോടും കൂടി ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചു പോയാൽ നിന്റെ മേൽ ദൈവത്തിന്റെ തീയിറങ്ങും. സാത്താന്യ മണ്ഡലങ്ങളിൽ സകലതിനെ എരിച്ചു കളയും. നീ നിന്റെ ഇഷ്ടപ്രകാരം പോകുകയും ദൈവത്തെ സ്തോത്രം 5-ാമതും 6-ാമതും 10-ാമതും സ്ഥാനമാക്കി മാറ്റിയിട്ട് ദൈവത്തിന്റെ തീയിറങ്ങണമെന്ന് ഇന്ന് രാത്രി നീ വിചാരിച്ചാൽ നടക്കത്തില്ല. ഇന്ന് രാത്രി എല്ലാത്തിനേക്കാൾ അധികം 1-ാം സ്ഥാനം നീ ദൈവത്തിന് കൊടുത്തിട്ട് നിന്റെ യാഗപീഠത്തെ പണിഞ്ഞാൽ സ്വർഗത്തിലെ തീയിറങ്ങി നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവാചകൻ എന്നുള്ള ഈ കാലഘട്ടത്തിലെ പ്രവാചകനുള്ള അഭിഷേകത്തോടുകൂടി ദൂത് കൈമാറുന്നു. വിശ്വസിക്കാൻ കഴിവുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം, ഏലിയാവിന്റെ യാഗപീഠത്തിന്മേൽ ദൈവത്തിന്റെ തീയിറങ്ങി. സ്തോത്രം, ഇസബേലിന്റെ പ്രവാചകന്മാരെ, ബാലിന്റെ പ്രവാചകന്മാരെ ഏലിയാവ് വാളുകൊണ്ട് കൊന്നു. സ്തോത്രം ഹല്ലേലൂയ. ഏലിയാവിന്റെ ശക്തിയെ സ്തോത്രം ദൈവം അവിടെ ദൈവത്തിന്റെ കരം വെളിപ്പെടുത്തി. ഏലിയാവിന് അറിയാം, എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ ബുദ്ധി കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, അത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ മഹത്വമാണെന്ന് ഏലിയാവിന് തോന്നി. ഏലിയാവ് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് രാത്രി ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുന്നവരാകണമേ. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി ഞാനും നിങ്ങൾ മാറട്ടെ. തിരുവചനം പറയുന്നു, ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഏലിയാവ് മരണം കാത്തു കിടക്കയാ. മധികർത്താവേ, മധികർത്താവേ, അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനേക്കാൾ ഞാൻ നല്ലവനല്ലല്ലോ. എന്നെ അങ്ങ് എടുത്താലും എനിക്ക് മതിയപ്പാ, ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലപ്പാ, എന്നെ സഹായിപ്പാൻ ആരുമില്ലപ്പാ അപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്തോത്രം ഏലിയാവ് ദൈവത്തോട് നിലവിളിക്കുകയാണ്. സ്തോത്രം. അതിനു മുമ്പ് ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ 3 വർഷം ഇവിടെ മഴയും മഞ്ഞും പെയ്യത്തില്ല എന്ന് പറഞ്ഞു വച്ചിരിക്കുക. ഉടനെ ആഹാബ് ഏലിയാവിനെ ആളെ വിട്ടു. സ്തോത്രം, ഏലിയാവ് വന്നു. ഏലിയാവിനോട് നീയാണ് 3 വർഷം കൊണ്ട് സ്തോത്രം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവാചകൻ. നീയാണ് ജനത്തിന്റെ വെള്ളം കൂടി നഷ്ടപ്പെടുത്തി ഇവിടെ ഭയങ്കര ചൂടായിരിക്കുന്നു എന്ന് ആഹാബ് പറഞ്ഞു. ആഹാബിനോട് ഏലിയാവ് പറഞ്ഞു, ഞാനല്ല നീയും ഇസബേലുമാണ് ജനത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്, അവരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യദൈവത്തെ അറിയാതെ മിഥ്യദൈവത്തിലേക്ക് കൊണ്ടുപോകുന്ന നീയും നിന്റെ പ്രതിഭവനമെന്ന് ഏലിയാവ് മുഖത്ത് നോക്കി ദൂത് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ കുറവുകളെ നിറവുകളായി വെളിപ്പെടുത്താൻ കഴിവുള്ള ചില ഏലിയോമാർ ഈ 2021 ഈ സെപ്റ്റംബർ മാസത്തിൽ യേശുവിൻ നാമത്തിൽ പുറത്തു വരുവാൻ ഞാൻ പ്രവചനാത്മാവിനാൽ ദൂത് കൈമാറുന്നു. കുറവുകളെ കുറവെന്ന് വിളിച്ചു പറയുന്ന പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, പ്രവാചകിമാർ എഴുന്നേൽക്കട്ടെ. ഏലീശയെ പോലെ, ഏലിയാവിനെ പോലെ ഒരു കാലഘട്ടം യേശുവിൻ നാമത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദിവസമായി മാറാൻ പോകുക. ഈ പ്രതിസന്ധി മാറും മകനെ, ഈ പ്രതിസന്ധി മാറും മകളെ, ഈ പ്രതിസന്ധി മാറും കേട്ടാ, ഈ പ്രശ്നങ്ങൾ മാറും. വരും മാസങ്ങൾ കഴിയട്ടെ. പഴയതുപോലൊരു സ്തോത്രം ഒരു ജീവിതം, പഴയതുപോലൊരു എൻജോയ് കൂട്ടത്തോടെ വിടുതൽ നടക്കുന്ന ഒരു കാലഘട്ടം വെളിപ്പാൻ പാടാൻ പോയ പണ്ട് കാലങ്ങളിൽ അപ്പച്ചന്മാരെ കാലത്ത് സംഭവിച്ചതുപോലെ ഒരു ഉണർവ് ദൈവദാസന്മാർ പോകുന്നിടത്ത്, നിൽക്കുന്നിടത്ത് ഭൂതങ്ങൾ അലറി മാറും, നടക്കുന്നിടത്ത് രോഗികൾ സൗഖ്യമാക്കും. പത്രോസിൽ കൂടി പൗലോസിൽ കൂടി സംഭവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഹോരേബ് മലയിലേക്ക് സ്തോത്രം ഏലിയാവ് ചെന്ന് സ്തോത്രം കിടന്നുകൊണ്ട് കാല് രണ്ടും മറ്റ് മുട്ടിന്റെ ഇടയിൽ കൂടെ തല വച്ചുകൊണ്ട് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചു മഴ പെയ്യുവാൻ. സ്തോത്രം ബാല്യക്കാരോട് പറഞ്ഞു, പോയി നോക്ക്, ആകാശത്ത് വല്ല അടയാളവും കാണുന്നുണ്ടോ? അവൻ വന്ന് പറയില്ല, അഭിഷേക ഇല്ല, ദൈവദാസ ഇല്ല. പിന്നെയും പ്രാർത്ഥിച്ചു. അതെ, മഴ പെയ്യുന്നവരെയും സ്തോത്രം ഏലിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഈ കാലഘട്ടത്തിൽ ഒരു ഉണർവിന്റെ മഴ പെയ്യണം. എല്ലാ മാലിന്യങ്ങളും ഒഴുകി മാറണം. കെട്ടിക്കിടക്കുന്ന സംഘടനയുടെയും ജാതിയുടെയും മതത്തിന്റെയും കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളെ ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് ഒരു പരിശുദ്ധാത്മാവിന്റെ നദി ഈ കാലഘട്ടത്തിൽ പെയ്തിറങ്ങിയാൽ കെട്ടി നിർത്തുവാൻ ലോകത്തൊരു മത നേതാക്കന്മാർക്കും സംഘടന നേതാക്കന്മാർക്കും കുടിയിരിപ്പിന്റെ
അറിയത്തില്ല. ആമേ അത് ഒഴുകാൻ തുടങ്ങും. അഭിഷേകത്തിന്റെ മഴ ഈ കാലഘട്ടത്തിൽ പെയ്താൽ ആമേ ബൈബിൾ പറയുന്നു പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പിൻ അവൻ മാരി പെയ്യിച്ചു തരുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഒരു വലിയൊരു മഴ ദേശത്ത് പെയ്യുമ്പോൾ കെട്ടിക്കിടക്കുന്ന ആമേ കൊലപാതകങ്ങളും കെട്ടിക്കിടക്കുന്ന പീഡനങ്ങളും കൊട്ടിക്കിടക്കുന്ന പാപപ്രവൃത്തികളെല്ലാം ഒഴുകി ഒരു ഉണർവിന്റെ ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം മാറാൻ ഞാനും നിങ്ങളും ഏലിയാവിനെ പോലെ ആമേശ്വത്രം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് കൈമാറുന്നു. ആമേസ്തോത്രം ഇത്രയും വീര്യപ്രവൃത്തി ചെയ്ത ഏലിയാവ 19 ആമേസ്തോത്രം ഹല്ലേലൂയ ആമേ 4 ആമേസ്തോത്രം ഏലിയാവ് ഒരു മരുഭൂമിയിൽ ഒരു ആമേ ദിവസത്തെ വഴി ചെല്ലുമ്പോൾ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു കൊണ്ട് മരിപ്പാനിച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ഞാൻ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് ദൈവത്തോട് നിലവിളിച്ചു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവിടെ കിടന്ന് മയങ്ങിപ്പോയി. ദൂതനെ അവിടെ കൊണ്ടുവന്നു. ആമേ സ്തോത്രം ഹല്ലേലൂയ. ദൂതൻ അവനെ തട്ടി തിന്നുക. ആമേ സ്തോത്രം. അവൻ ഉണർന്നു നോക്കിയപ്പോ കനലിൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും ആമേ തലക്കീഴിൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. ഇന്ന് രാത്രി കിടന്നുറങ്ങരുത് അഭിഷത്തെ കിടന്നുറങ്ങല്ലേ മകനെ മകളെ കിടന്നുറങ്ങല്ലേ. നിനക്ക് ചില ദൗത്യങ്ങളുണ്ട്, നിന്റെ മേൽ ചില വാഗ്ദത്തങ്ങളുണ്ട്. ആമേ സ്തോത്രം. അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, അനേകർ പാപപ്രവർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകർ ശാപത്തിലായിരിക്കുമ്പോൾ ഇന്ന് നീ ഉറങ്ങാനുള്ളവനല്ല, ഉറങ്ങാനുള്ളവളല്ല. ഇന്ന് രാത്രി ഉണർന്നേ ഉണർന്നേ ഉണർന്നേ. വിലാപ്പുറത്ത് പത്രോസിന്റെ താമേ വിലാപ്പുറത്ത് തട്ടിയപ്പോൾ ഉണർന്നതുപോലെ നീ ഉണർന്നാൽ ദേശം ഉണരും, നീ ഉണർന്നാൽ കുടുംബം ഉണരും, നീ ഉണർന്നാൽ സഭ ഉണരും, നീ ഉണർന്ന ദേശം ഉണരും, പട്ടണം രാജ്യം നീ ഉണർന്നാൽ ഉണരും. ഇന്ന് രാത്രി സഹോദരി ഉണർന്ന് നീ ഉണരും. നീ ഉണർന്നു കഴിയുമ്പോൾ നിന്റെ ഭർത്താവ് ഉണരും, ഭർത്താവ് ഉണർന്നു ഭാര്യ ഉണരും, ഭാര്യയും ഭർത്താവ് ഉണർന്നു കഴിയുമ്പോൾ മക്കൾ ഉണരും, മക്കൾ ഉണർന്നു കഴിഞ്ഞാൽ ആമേ കുടുംബത്തിൽ ഐക്യതയും സ്നേഹവും സമാധാനവും ദൈവരാജ്യത്തിന്റെ പവർ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടും. ദൈവരാജ്യം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, അതെ 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 എല്ലാം വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് രാത്രി കുടുംബത്തിലുള്ള ഉണരുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. പിന്നെയും ഏലിയാവ് കിടന്ന് ആമേ സ്തോത്രം ഉറങ്ങി. ആമേ പിന്നെയും തട്ടി. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് ഇന്ന് രാത്രി. ആമേ സ്തോത്രം. മതി കർത്താവേ, എന്റെ വേല മതി കർത്താവേ, ഇനി ആരെങ്കിലും എഴുന്നേൽപ്പിച്ചൂടെ എന്ന് ആരൊക്കെ ചോദിച്ചു. ആമേ സ്തോത്രം. അല്ല, നിന്റെ ദൗത്യം തീർന്നു എന്ന് ആരൊക്കെ ചിന്തിക്കുന്നു. നിന്നോട് ആ കർത്താവ് പറയുന്നത് നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. മതി കർത്താവേ, മതി മതി മതി, ഞാൻ വേല നിർത്താൻ വന്ന് ആരൊക്കെ ചിന്തിച്ചു. ആ ഭർത്താവ് നിന്നോട് പറയുന്നു, കർത്താവ് നിന്നോട് വ്യക്തമായി പറയുന്നു. ആമേ ദൂതൻ വന്ന് പറയുന്നത് പോലെ നിന്നെ തട്ടി ഉണർത്തുക. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. നീ മരിപ്പാൻ ആഗ്രഹിക്കേണ്ടവനല്ല, നീ എടുക്കപ്പെടേണ്ടവനാണ്. നിന്നിൽ കൂടി ചില ഏലീശമാർ എഴുന്നേൽക്കാനുണ്ട്. നിന്നിൽ കൂടി ചില കൈവപ്പിൽ കൂടി ആമേ ചില കൈപിടുത്തത്തോടു കൂടി ചില ഏലീശമാർ എഴുന്നേൽക്കാനുണ്ട്. ചില പ്രവാചകന്മാർ ഇനി എഴുന്നേൽക്കാനുണ്ട്. ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കാൻ കഴിയുന്നവർ അതെ അതെ ആമേ പറഞ്ഞ് നിന്നിൽ കൂടി ആമേ ചിലർ എഴുന്നേൽപ്പാനുണ്ട്. നിന്നിൽ കൂടി ചിലരെ കൊല്ലുവാനുണ്ടെന്നല്ല, നിന്നിൽ കൂടി ചിലർക്ക് എഴുന്നേൽപ്പാനുണ്ട്, ചിലർ ജീവൻ വരാനുണ്ട്. അതുകൊണ്ട് നീ മരിപ്പാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ കണ്ണുകളും അടച്ചേ ആമേ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ ദൈവിക വാഗ്ദത്തമുണ്ട്, നിന്റെ മേൽ ദൈവിക വിളിയുണ്ട് കുഞ്ഞെ. ആമേ പലപ്പോഴും വിളി കേട്ടിട്ട് മാറി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി എല്ലാ മേഖലയും അടഞ്ഞിരിക്കുന്ന ആമേ സ്തോത്രം മുമ്പോട്ടും പിറകോട്ടും വലതൊട്ടും ഇടതൊട്ടും പോകാൻ കഴിയാതെ ജീവിതത്തിൽ ആമേ സാമ്പത്തികത്തിൽ ആത്മീകത്തിൽ ഒരു സ്റ്റെപ്പ് പോലും വയ്പാൻ കഴിയാതെ എല്ലാ മേഖലയും അടഞ്ഞിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആമേ ഭാരപ്പെട്ടിരിക്കുന്ന നിന്നോട് ഇന്ന് രാത്രി കർത്താവ് ദൂത് കൈമാറുന്നു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചു കളയാമെന്ന് നീ ചിന്തിച്ചിരിക്കാം, പക്ഷേ നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നിന്റെ മേൽ ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെടാനുണ്ട്. നിന്നിൽ കൂടി ചില പ്രവാചകന്മാർ എഴുന്നേൽക്കാനുണ്ട്. ഈ കാലഘട്ടത്തിന്റെ അസാധാരണ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടാനുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ഇത്ര എതിര് വരുന്നത്. ബന്ധുക്കളും കുടുംബക്കാരും ദേശക്കാരും നിനക്കെതിരാകും. പക്ഷേ ആരൊക്കെ എതിരായാലും ഇന്ന് രാത്രി ഏലിയാവേ നിന്റെ കൂടെ ദൈവം കൂടെയുണ്ട്. ആരൊക്കെ എതിരായാലും, ആരൊക്കെ നിന്നെ എതിർത്താലും, ആരൊക്കെ അവൻ നിന്നെ സഹായിച്ചാലും സഹായകനായ യഹോവ നല്ലവൻ, അവൻ വിശ്വസ്തൻ, അവൻ മറന്നു പോകുകയില്ല. ദൂതനെ അയച്ച് ആമേ സ്തോത്രം നിനക്ക് ഭക്ഷണം കൊണ്ടു തന്നെങ്കിൽ ആമേ സ്തോത്രം 40 രാവും 40 പകലും അത് മലയിലായിരിക്കാനും പ്രാർത്ഥിപ്പാനും അത് ബലമുണ്ടായെങ്കിൽ ഈ ദിവസങ്ങളിൽ സകല ഇസബേലിന്റെ ശക്തികളും തകർക്കുവാൻ, സകല ബാലിന്റെ ശക്തികളും തകർക്കുവാൻ, സകല ആഹാബിന്റെ രഥങ്ങളും തകർക്കുവാൻ, സകല കുടിയിരിപ്പിന്റെ ശക്തികളെ തകർക്കുവാൻ, നിന്നെ തകർത്തുകൊണ്ടിരുന്ന സകല ഇരുളിന്റെ ശക്തികളെ നീ തകർക്കും.
തകർക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേലുണ്ട് കുഞ്ഞെ, നിന്റെ മേലുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ റിലീസ് ആകാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. നിന്നെ തകർക്കാൻ നോക്കിയ, നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ നോക്കിയ സകല ബാലിന്റെ ശക്തികളും നിന്റെ മുമ്പ് കീഴടങ്ങും. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും. അതെ, യേശു മാത്രം കർത്താവെന്ന് വിളിക്കുന്ന നാൾ വരാൻ പോകുന്നു. കർത്താവേ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട അഭിഷിക്തമായി ഇന്ന് രാത്രി തിരുവചനം കേൾക്കുന്നു. കർത്താവേ, അവരെ ഞാൻ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഇനിയും ദൂരയാത്രകൾ പോകാനുണ്ട്. കോവിഡ് മുഖാന്തരം രാജ്യങ്ങൾ പോകാൻ കഴിയാതെ അഭിഷിക്ത വിഷമിച്ചു നിൽക്കുന്ന അഭിഷിക്ത, നിനക്കു വേണ്ടി എന്റെ കർത്താവ് വാതിലുകളെ ഓപ്പണാക്കാൻ പോകുക. നിന്നിൽ കൂടി ഇനിയും ചിലതൊക്കെ ചെയ്തെടുപ്പാനുണ്ടെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. നിന്നിൽ കൂടി രോഗശക്തികൾ കീഴടങ്ങും. ഇന്ന് രാത്രി ചില അറ്റാക്കുമായി നെഞ്ചുവേദനയുമായി വേദനപ്പെട്ടിരിക്കുന്ന നിന്റെ മേൽ ഒരു സൗഖ്യം ഇപ്പോൾ തന്നെ എന്റെ കർത്താവ് നിന്റെ മേൽ അയക്കുന്ന രാത്രി എന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. വിശ്വസിക്കാൻ കഴിയുമോ? അതേ, ഏലിയാവിന്റെ അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രി കുടുംബത്തിന്മേൽ, തലമുറമേൽ ഇന്ന് രാത്രി വെളിപ്പെടുന്നെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അങ്ങനെയുള്ള നിന്നെ തകർക്കുവാൻ ഒരു ബാലിന്റെ ശക്തികൾക്കും ഒരു ഇസബേലിന്റെ ശക്തികൾക്കും സ്തോത്രം തകർത്ത് കളയാൻ പറ്റില്ലെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. നിന്റെ വെളിവാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്ന രാത്രിയാ. കർത്താവേ, ഇന്ന് ലൈവിൽ കൊടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ യാത്ര ചെയ്യട്ടെ, മുന്നോട്ട് പോകട്ടപ്പാ. തളർന്നിരിക്കുന്നവർ, ഭാരപ്പെട്ടിരിക്കുന്നത്, വേദനിച്ചിരിക്കുന്നവർ, പ്രയാസപ്പെട്ടിരിക്കുന്നവർ, അതെ, അവർ യാത്ര തുടങ്ങട്ടെ. അവർ കൂടി അനേകർ പുറത്തു വരാൻ പോകുന്ന നാളുകളായി മാറുന്നു. സാമ്പത്തിക മേഖലകൾ, ആത്മമേഖലകൾ, ഭൗതിക മേഖലകൾ, അതെ, സ്തോത്രം തുറന്നു വരട്ടെ. ചില പ്രവാചകന്മാർ കൈ നീട്ടി ചോദിച്ചിട്ടും വഴികൾ തുറക്കാതെ ആയിരിക്കുന്ന മേഖലയിൽ, പ്രവാചകന്മാരെ, ഇന്ന് നിനക്ക് വേണ്ടി, അഭിഷിക്തന്മാരെ, നിങ്ങൾക്ക് വേണ്ടി എന്റെ കർത്താവ് ചില വഴികളെ തുറക്കാൻ പോകുക. അസാധാരണമായ സൂപ്പർ നാച്ചുറൽ രീതിയിൽ ദൈവകരം വെളിപ്പെടാൻ പോകുക. കർത്താവ് എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്തിരിക്കാൻ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം